നമ്മളൊരു പൊട്ടിച്ച റേറ്റിൽ കൊടുക്കുകയാണ് കൊടുക്കാതെ 5,40,000 ഫിക്സഡ് പ്രൈസ്, 100% ഫിനാൻസ്. അതും ഫുൾ ലോൺ. ഒരു നയ പൈസ വേണ്ട അല്ല. 22 വണ്ടിയാണ്. 22 മോഡലാണ്. 22 വണ്ടി. ഓക്കെ. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റ്. ആര് കൊടുക്കില്ല, കൊടുക്കാൻ പറ്റാത്ത റേറ്റിൽ. XM വേരിയന്റ് ആണ്. ഈ വണ്ടി വേറെ തട്ടുമുട്ടൊന്നും ഒരു റീപ്ലേസും ഇല്ല. ഫുള്ളി കമ്പനി സർവീസ് ആണ്. പുതിയ ബാറ്ററി പാക്ക് കംപ്ലീറ്റ് മാറ്റിയത്, റീഫാബ്രിക്കേഷൻ അല്ല, കംപ്ലീറ്റ് ബാറ്ററി മാറ്റിയതാണ്. ടാറ്റയുടെ ഏത് ഷോറൂമിൽ ചെക്ക് ചെയ്യാം. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഇപ്പൊ സർവീസ് റീസെന്റ് കഴിഞ്ഞിട്ടുള്ളൂ തന്നെ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ പ്രിസിഷൻ യൂസ്ഡ് കാറിലാണ് കേട്ടോ. സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ചെറുവണ്ടികൾ, അതുപോലെ തന്നെ SUV ടൈപ്പ് ഉണ്ട്, സെഡാൻ ഉണ്ട്. ഏകദേശം വണ്ടികൾ ഒരു 30% വാഹനങ്ങൾ ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു BMW X1 ഉണ്ട്, അത് 5 ലക്ഷം രൂപക്ക് സാധനം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ EV ടാറ്റന്റെ നെക്സോൺ EV 2 പീസ് ഉണ്ട്. പിന്നെ ആൾട്ടോ കാറിന്റെ പൈസക്ക് ഇന്നോവ കാർ. അങ്ങനെ ഒരു 10-15 വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ഷോറൂമാണ്. ഒരു മാസത്തിൽ 2 വീഡിയോ ഇവിടുന്ന് സാധാരണ ചെയ്യലുണ്ട്. നല്ല എൻക്വയറി ആണ്. ഇവിടുന്ന് വീഡിയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. അതായത് ചെറിയ ലാഭം വെച്ചിട്ടാണ് മൂപ്പര് കച്ചവടം ചെയ്യുന്നത്. ഒരേ ഒരു ഓണറാണ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്നേക്കാൾ വില കുറച്ചതിന് ഇവിടുന്ന് വണ്ടികൾ കിട്ടും. പിന്നെ ബാക്കി വണ്ടീൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ബഷീർ ഭായ്, എന്തൊക്കെയുണ്ട്? അൽഹംദുലില്ലാ, സുഖല്ലേ? കച്ചവടമൊക്കെ എന്തുപാട്? ഉഷാറ്. വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ കുറെ വണ്ടി പോയി. ഒരുപാട് വണ്ടി പോയി. ഓക്കെ. ഈ വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്? ചില വണ്ടികൾ, അതായത് മോഡൽ കൂടിയ മോഡലുകൾക്ക് കൊടുക്കണില്ല. അത്യാവശ്യം നല്ല വണ്ടികൾക്കൊക്കെ കൊടുക്കുന്നു. അതെ. അല്ല, മോഡൽ കുറഞ്ഞ വണ്ടിക്ക് പിന്നെ വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. അത് അവര് ആവശ്യക്കാർ എക്സ്ചേഞ്ച് വരുന്നതായിരിക്കും മറ്റേ മോഡൽ കുറഞ്ഞ വണ്ടികൾ. അതെ. പിന്നെ അത് ആ വിലക്ക് അങ്ങനെയാണ് കൊടുക്കണം. അത് അവര് ചെക്ക് ചെയ്തിട്ട് എടുത്തു. വേറെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞിട്ട് കൊടുക്കും. അല്ല, പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നത്തോട് പറയാനുണ്ടോ? നമ്മള് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ എടുക്കലില്ല. ഓക്കെ. അത്യാവശ്യം നല്ല കണ്ടീഷനിലെ വണ്ടികൾ തന്നെ ഉള്ളൂ. ഈ എക്സ്ചേഞ്ച് ആണെങ്കിൽ കൂടി എടുക്കല്. അതെ. അല്ല, എന്നിരുന്നാലും നമ്മള് വീഡിയോ ചെയ്ത വണ്ടി പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തായാലും വണ്ടി നല്ല ക്വാളിറ്റി ഇല്ലാതെ പിന്നെ ആരും എടുക്കില്ല. അതെ. അപ്പോ ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞത്? പാലക്കാട്, കോഴിക്കോട്, അല്ലെങ്കിൽ പെരിന്തമണ്ണ മണ്ണാർക്കാട് ഹൈവേ, കൊമ്പം, ആര്യമ്പാവ്. ഓക്കെ. മണ്ണാർക്കാടാണ്. അതായത് മണ്ണാർക്കാടല്ല, മണ്ണാർക്കാട് കൊമ്പം ഒന്ന് ആര്യമ്പാവിലുണ്ട്. ആര്യമ്പാവ് 2 ഷോറൂം ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോ ബ്രോ നമുക്ക് വണ്ടി കാണിച്ചു കൊടുക്കല്ലേ? ഓക്കെ. ഇവിടെ ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നത് ഒരു ടാറ്റന്റെ നെക്സോൺ EV ആണ് കേട്ടോ. അതും കേരളത്തിൽ ഒരു ഡീലറും തരാത്ത വിലക്ക് ഈ വണ്ടി നിങ്ങൾക്ക് തരും. ബ്രോ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഇത് 2022 വണ്ടിയാണ്. 22 മോഡലാണ്. 22 വണ്ടി. ഓക്കെ. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റ്. ആര് കൊടുക്കില്ല, കൊടുക്കാൻ പറ്റാത്ത റേറ്റിൽ. XM വേരിയന്റ് ആണ്. ഈ വണ്ടി വേറെ തട്ടുമുട്ടൊന്നും ഒരു റീപ്ലേസും ഇല്ല. ഫുള്ളി കമ്പനി സർവീസ് ആണ്. പുതിയ ബാറ്ററി പാക്ക് കംപ്ലീറ്റ് മാറ്റിയത്, റീഫാബ്രിക്കേഷൻ അല്ല, കംപ്ലീറ്റ് ബാറ്ററി മാറ്റിയതാണ്. ടാറ്റയുടെ ഏത് ഷോറൂമിൽ ചെക്ക് ചെയ്യാം. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഇപ്പൊ സർവീസ് റീസെന്റ് കഴിഞ്ഞിട്ടുള്ളൂ തന്നെ. ഓട്ടത്തുണ്ട്. ഇത് 1,60,000 ഓട്ടുണ്ട്. പുതിയ ബാറ്ററിയാണ്. പിന്നെ എത്ര റേഞ്ച് ഉണ്ടാവും? ഇത് 200+ ആണ്. ഒരു 220-230 കിലോമീറ്റർ റേഞ്ച്. അത്യാവശ്യം എന്തൊക്കെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഫുൾ ആണ് ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ ആണ്. എല്ലാം അത്യാവശ്യം വേണ്ട എല്ലാ സെറ്റപ്പും അവൈലബിൾ. വണ്ടി വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഒരു പ്രശ്നമല്ല. ചെക്ക് ചെയ്യുന്നവർക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. കംപ്ലീറ്റ് ഹിസ്റ്ററി ടാറ്റയിൽ അവൈലബിൾ ആണ്. അതെ. അവൈലബിൾ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ നമ്പർ അയച്ചു കൊടുത്താൽ എടുക്കാൻ പറ്റില്ല? എടുക്കാൻ പറ്റും. ബാറ്ററി മാറ്റിയതാ കംപ്ലീറ്റ്. പുത്തൻ ബാറ്ററി. അപ്പൊ ടെൻഷൻ വേണ്ട എടുക്കുന്ന ആൾക്ക്. എത്രക്ക് ചെയ്യാൻ പറ്റും? നമ്മളൊരു പൊട്ടിച്ച റേറ്റിൽ കൊടുക്കുകയാണ്. 5,40,000 ഫിക്സഡ് പ്രൈസ്, 100% ഫിനാൻസ്. അതും ഫുൾ ലോൺ. ഒരു നയ പൈസ വേണ്ട അല്ല. ഇവിടെ വീണ്ടും ഒരു നെക്സോൺ EV ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2022
22 XZ പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് എൻഡ് അലവിയിലടക്കം വരുന്ന ഫുൾ ഓപ്ഷൻ അതെ ഹാർമന്റെ മ്യൂസിക് സിസ്റ്റം അടക്കം വരുന്ന ഏറ്റവും ടോപ്പ്. ഓക്കെ, ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 140 സംതിങ് ആണ്, അണ്ടർ വാറന്റി ആണ്, ബാറ്ററി റീപ്ലേസ് ആണ്, സിംഗിൾ ഓണർ ആണ്, 9 ലക്ഷം ഐഡി ഉണ്ട്, ഫുള്ളി ലോൺ ചെയ്യാം. അതെ, ഒരു പൈസ പുതിയതാണ്, ഒന്നും നോക്കണ്ട കാരണം ഷിമ്മിറ്റ് എടുക്കാം. ഇത് ഒറ്റ ചാർജിൽ എത്ര? 220 മുകളിൽ എന്തായാലും ഷുവർ. ഈ നെക്സോൺ എല്ലാം സെയിം ആണ് അല്ലെ? നമ്മള് നേരത്തെ കാണിച്ചതും അതെ സെയിം ആണ്. ഈ വണ്ടി വേറെ ഇടിയും കുത്തൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ് ടാറ്റ മോട്ടോഴ്സിൽ. ചെയ്യാൻ നോക്കാൻ പറ്റും അല്ലെ ഹിസ്റ്ററി? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് 6,40,000 രൂപ. 6,40,000 ഇത് അതും ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. ഓക്കെ, വണ്ടിമേ യാതൊരു പ്രശ്നമില്ല. കമ്പനി വാറണ്ടി ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു SUV ടൈപ്പ് വാഹനം, അതും ടൈറ്റാനിയം ഓപ്ഷനിൽ വരുന്ന ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ്, ഡീസൽ വണ്ടിയാണ്. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2015 രജിസ്ട്രേഷൻ, 15 രജിസ്റ്റർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ. എക്കോസ്പോർട്ട് ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ സെറ്റപ്പ് കാര്യങ്ങളും അല്ല, അലവിയില് എല്ലാം വരുന്ന മോഡൽ. സ്ക്രീൻ കൺട്രോൾ, ഫോഗർ, ഡീഫോഗർ എല്ലാം സെറ്റപ്പ് വരുന്ന വണ്ടിയാണ്. ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് ഒരു 1.12. 1,12,000 ഓട്ടോ ആണ്. വലിയ ഓട്ടോ അല്ല, പുതിയ ബാറ്ററിയാണ്, പുതിയ ഇൻഷുറൻസ് ആണ്, നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ് അല്ല. വേറെ വണ്ടിമ വേറെ തട്ടമുട്ട് ഇടി കുത്തൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടി. ഈ എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 4,10 ചെയ്യാം. 4,10 കൊടുക്കാം. ലോൺ എത്ര? ലോൺ ആൾമോസ്റ്റ് 3.5 ലക്ഷം വരെ ലോൺ. 3.5 ലോണും കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലെ? സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഖിദ്മത്തിന്റെ BMW X1 ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. ബ്രോ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. ഇത് 2011 വണ്ടിയാണ്, ഒറിജിനൽ കേരള. ഓക്കെ, ഇതൊരു പൊട്ടിച്ച പ്രൈസ് ആണ്, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റ് വണ്ടി, ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്കൊരു പൊട്ടിച്ച റേറ്റിൽ കൊടുക്കാം. വണ്ടി ഓട്ടം കാര്യങ്ങളൊക്കെ ആണ്. ഇത് 1.12 1.28 അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നമുക്കൊരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് 5,20 കൊടുക്കാം. 5,20 കൊടുക്കാൻ പറ്റും. ഓക്കെ, ലോൺ കിട്ടോ? ലോൺ കിട്ടണ്ടാവില്ല. ലോൺ കിട്ടൂല. ഓക്കെ, റെഡി ക്യാഷ് ആണെങ്കിൽ അതിലും എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ താത്തി കൊടുക്കും. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ പോളോ ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ വണ്ടി നമ്മൾ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ആദ്യം വീഡിയോ കണ്ടപ്പോ തന്നെ ഒരാൾ വിളിച്ചിട്ട് ഈ വണ്ടിക്ക് അഡ്വാൻസ് ചെയ്ത്, അതിനുശേഷം വിളിച്ച ആളുകളോടൊക്കെ ഈ വണ്ടി അഡ്വാൻസ് ആയി, വണ്ടി പോയി സോൾഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സ്വീപ്പായി അല്ല. പിന്നെ അവസാനം പ്രശ്നം ഉണ്ടായിരുന്നു. അഡ്വാൻസ് ചെയ്ത ആൾ എന്ത് പറ്റിച്ചാൽ ആൾക്ക് സിവിൽ പ്രശ്നങ്ങളാ, സിവിൽ പിന്നെ ലോൺ പാസ്സാകുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളാ. ഓക്കെ, എന്തായാലും ഈ വീഡിയോയിൽ ഈ വണ്ടി പോകും ഉറപ്പ്. ആദ്യം പോകുന്ന ഇതായിരിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. എങ്ങനെയായിരുന്നു ഇത് മോഡൽ? 2013 ഡീസൽ പോളോ ഹൈലൈന്. ഓക്കെ, അലവിയിലടക്കമുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ, ഇത് നമ്മള് വീണ്ടും വില കുറച്ച് പൊട്ടിച്ച് കൊടുക്കാം. 2.30 കൊടുക്കാം അല്ല. 2013 അതും കംഫോർട്ട് ലൈൻ സോറി ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ. വേറെ വണ്ടിമേ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. അതും മാക്സിമം ഫുള്ളി ലോൺ ചെയ്യാം. 1 രൂപ വേണ്ട, ഫുള്ളി ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടി. 2 വർഷത്തിന് ലോൺ കയറുള്ളത് മാത്രം. 2 കൊല്ലത്തിന് ലോൺ കിട്ടൂല. അതെ, ഓക്കെ. ഈ ലേഡീസ് പർപ്പസിനൊക്കെ യൂസ് ആക്കാൻ പറ്റിയൊരു വാഹനമാണ്. അതുപോലെ ഈ പഠിത്തത്തിലേക്കൊക്കെ പറ്റിയൊരു വണ്ടി. ചെറിയ വണ്ടിയാണ്, ഒരു ഒതുക്കുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ചെറിയ പൈസക്ക് ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോവാം. ബ്രോ, ഇതിന്റെ മോഡൽ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു. 2015 ബ്രിയോ, 15 മോഡൽ ഐവിടെക്. ഒരുപാട് ആരാധകരുള്ള വണ്ടിയാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ഷോറൂം പോയാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു വണ്ടിയല്ല, റയർ പീസ് ആണ്. എസ് വേരിയന്റ് ആണ് വണ്ടി. ഓട്ടോ എത്രയുണ്ട്? ഓട്ടം 72, സിംഗിൾ ഓണർ. ഒരേ ഓണർ 72,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഇല്ല, നീറ്റ് ആൻഡ് ക്വാളിറ്റി അല്ല. എസ് എന്ന് പറയുമ്പോ 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. നല്ല കടുംപുത്തൻ ടയർ ഉണ്ട്, എല്ലാം എല്ലാ ഭാഗം ഫിറ്റ്, മെക്കാനിക് ഒക്കെ ഫിറ്റ്, എല്ലാം ഫിറ്റ്. എത്രക്ക് ചെയ്യാം? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആണ് 3.40 ചെയ്യാം. 3.40 ചെയ്യാൻ പറ്റും. 90% മുകളിൽ ലോണും ചെയ്യാൻ പറ്റും.
ഫുള്ള് ഏകദേശം മാക്സിമം ചെയ്യാം ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ 2015 വണ്ടി അല്ല 15 ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. റിനോൾട്ടിന്റെ കിഡ് ആണ്. മോഡൽ എത്രയായിരുന്നു? 2017 വണ്ടി. അതെ. ഓക്കെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ല. ഓട്ടം എത്രയുണ്ട്? ഇത് കറക്റ്റ് 1 ലക്ഷം ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ് ഒന്നുണ്ടോ? ഒന്നുമില്ല. തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല. 4 ടയർ പുത്തനാണ്. ആൻഡ്രോയിഡ് ഉണ്ട്, റിവേഴ്സ് ക്യാം ഉണ്ട്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, പുത്തൻ ടയറുകളൊക്കെ ഉണ്ട്. എല്ലാം പുത്തൻ ടയർ. എത്ര ചെയ്യാൻ പറ്റും ഇത്? നമുക്കൊരു ഓഫർ പ്രൈസ് 2.60 കൊടുക്കാം. ഒരു 2.25 ലക്ഷം വരെ ലോൺ കൊടുക്കും. 2.25 ലോണും കൊടുക്കുക. 2.60 ആസ്ക്. ഓക്കെ. ഇവിടെ ഒരു ടാറ്റന്റെ ഇൻഡിക്ക വിസ്റ്റ, അതും ഈ ക്വാർട്ടർ ജെറ്റ് എഞ്ചിന്. അതെ, സ്വിഫ്റ്റിന്റെ എഞ്ചിൻ അല്ലേ? സെയിം ഡീസൽ ആണ്. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2013 വണ്ടിയാണ്, ക്വാർട്ടർ ജെറ്റ്. ഓക്കെ. ഇത് നമുക്കൊരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് 1.30 ചെയ്ത് കൊടുക്കും. 1.30 ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും 2013 വണ്ടി. വേറെ വണ്ടിമേ റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല. തട്ടുമുട്ട് ഇടി കുത്ത് ഒന്നുമില്ല. കമ്പനിയാണ്. മെക്കാനിക് ഒക്കെ എന്തുപാട്? മിയാമിയ അല്ല? അപ്പൊ AC പവർ സ്റ്റിയറിംഗ് മാത്രം, പവർ വിൻഡോ. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടോ. വെറും 35,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ഹൂണ്ടായിന്റെ ഐറ്റൺ ആണ്, മാനുവൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു? ഇത് മോഡൽ 2013 ആണ്. 13 വണ്ടി. 4 ടയർ പുതിയത്, 4 കടുംപുത്തൻ ടയർ. അതെ. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാം എല്ലാം ചെയ്യും. എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. സിംഗിൾ ഓണർ, ഒരു ടെൻഷൻ വേണ്ട. ആകെ പുതിയ വണ്ടി എടുക്കണം, അതേ ധൈര്യത്തിൽ എടുക്കാം. അല്ലെ, ഓട്ടോ ജെന്യൂൻ അല്ലേ? 100% ജെന്യൂൻ ആണ്. എത്രക്ക് ചെയ്യാം? ഫൈനൽ 2.35 ചെയ്യാം. അതും ഫുള്ള് ലോൺ. അല്ല, ഒരു 2 ലക്ഷം വരെ ലോൺ 2 ലക്ഷം വരെ ലോൺ കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി. ഗ്രേ കളറിൽ വന്നിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാർ ആണ്, അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ കാണിക്കുന്നത്. ബ്രോ, മോഡൽ എത്ര? ഇത് 2014 വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ, ഒരേ ഒരു ഓണർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. വണ്ടി ഇടിയൂത്തുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലെ? വീഡിയോയിലെ കൺവേർട്ട് ആക്കിയ വണ്ടി. ഓക്കെ, വണ്ടിമേ വേറെ ഡീസലാണ്. 4 ടയർ പുതിയതാണ്, 4 കടുംപുത്തൻ ടയർ ഉണ്ട്. വേറെ തട്ടുമുട്ട് ഇടികുത്തൊന്നുമില്ല. എത്ര ചെയ്യാം? ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് 3.20 ചെയ്യാം. 3 ലക്ഷം വരെ ലോണും ചെയ്യാം. 3 ലക്ഷം ലോണും കിട്ടും. 3.20 തരും കേട്ടോ. ഹിദുമത്തിന്റെ മാരുതിന്റെ ബലോനോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, മോഡൽ എത്ര? ഇത് 2016 വണ്ടി, ഡെൽറ്റ ഓട്ടോമാറ്റിക്. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 1.20. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ബോണറ്റ് മാത്രം. ബോണറ്റ് മാറിയില്ല. മേജറാ മൈനറാ? മേജർ ഒന്നുമില്ല. ഈ മറ്റേ ഇത് മാറിയില്ല. അല്ലല്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ബോണറ്റ് മാത്രം കാലി മാറിയതാണ്. വേറെ മേജർ അല്ല, ഒന്നുമില്ല. വേറെ തട്ടുമുട്ട് അല്ല. സോറി, ഓട്ടോ നിങ്ങൾ പറഞ്ഞോ? 1.20 ഓടിയിട്ടുണ്ടല്ലേ? ഇപ്പൊ ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. എത്രക്ക് ചെയ്യാൻ പറ്റും ഇത്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസിന് ഇട്ട് കൊടുക്കാം. 4.60 കൊടുക്കാം. 4.60 കൊടുക്കാം. 4.60 ലോൺ ഇട്ട് കൊടുക്കാം. അതും 2016 വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ. 25-30 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഗണർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. CNG വിത്ത് പെട്രോൾ ആണ് കേട്ടോ. CNGയിൽ 30 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2015 സിംഗിൾ ഓണർ. ഓക്കെ, കമ്പനി സർവീസ്. ഒരു 9,000 കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല, ടച്ചപ്പ് പോലും കേറിയിട്ടില്ല. പക്ക വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. CNG ഫിറ്റഡ്, ഇതാണ്. RC ഇൻക്ലൂഡ് ആണ്. അതും കേരള വണ്ടി. കണി ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ 100% ഒരു ഭാഗം റീപ്ലേസ് ഇല്ല. 2000 എത്രയായിരുന്നു? 15 വണ്ടി. എത്രക്ക് ചെയ്യാം? ഫൈനൽ റേറ്റ് 3.30 ചെയ്യാം. 3 ലക്ഷം വരെ ലോണും ചെയ്യാം. ഓക്കെ, 3.30 ലോൺ ചെയ്യാം. 3 ലക്ഷം വരെ ലോൺ ചെയ്യാം. 3 ലക്ഷം നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? ഇവിടെ ഒരു ഹൂണ്ടായിന്റെ ഇയോൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, മോഡൽ എത്ര? ഇത് 13-14 രജിസ്റ്റേർഡ്. അതെ, 14 രജിസ്റ്റേർഡ്. ഇന്നലെ എക്സ്ചേഞ്ച് കയറിയതാണ് തന്നെ. അത് കാരണം തന്നെ ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഓക്കെ, വർക്ക് എടുക്കാനുണ്ടല്ലോ വണ്ടി? അല്ല, ചെറിയൊരു ചെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, എക്സ്ചേഞ്ചിൽ വന്ന വണ്ടി. ഓട്ടം കാര്യങ്ങളൊക്കെ? ഇത് 1.20 ഓടിയിട്ടുണ്ട്. എറാ പ്ലസ് ഏതായിരുന്നു? ഇല്ല, ഇത് മാഗ്ന അല്ല. ഓക്കെ, എത്ര ആസ്കേനെ? ഇത് നമുക്കൊരു 1.25 ലക്ഷം രൂപ കൊടുക്കാം. 1.25 കൊടുക്കാം. 2013-14 രജിസ്ട്രേഷൻ. 14 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി അല്ലേ? അതെ.
ഓക്കെ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ഒന്നും കാണാനില്ല. ഇല്ല. ഗ്ലാസുകളോ അല്ല ഒന്നും മാറിയിട്ടൊന്നും കാണില്ല. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? അതെ. ഇവിടെ ഒരു വാഗനർ സ്റ്റിംഗർ കാണിച്ചു കൊടുക്കുക. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2013 സ്റ്റിംഗർ. 13 വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. കേരള വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടം ഒരു 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് വണ്ടിയാ. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. കാണാൻ നല്ല വൃത്തിയുണ്ട്. തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല. എത്രക്ക് ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് 240 ചെയ്യാം. മാക്സിമം ലോൺ 2 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഓക്കെ. ഹിദുമത്തിന്റെ ഒരു SUV ടൈപ്പ് വരുന്ന ഒരു വാഹനം, അതായത് ഒരു മിനി SUV എന്ന് പറയാം. ഹൂണ്ടായിന്റെ i20 ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. അതും ഏറ്റവും ടോപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ അടക്കം വരുന്നുണ്ട് അല്ലേ? എത്ര മോഡലായിരുന്നു ഇത്? 2015-16 രജിസ്ട്രേഷൻ. ഓക്കെ. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ അല്ല. അലോയ് വീൽ അടക്കല്ല. പെട്രോൾ വണ്ടിയല്ല, പെട്രോൾ. ഇത് നമുക്ക് ഒരു ഫൈനൽ പ്രൈസ് ആണ് 395 ചെയ്യാൻ പറ്റും. 395 ചെയ്യാം. ആൾമോസ്റ്റ് പിന്നെ ഫുൾ ലോൺ തന്നെ ചെയ്യാം. ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റൂല, പൈസ വേണ്ട. അതെ. വേറെ തട്ടുമുട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. അലുവക്കണ്ടം പോലത്തെ ഫാൻസി നമ്പർ 80 ആണ് നമ്പർ വരുന്നത്. ഒരു വോക്സ് വാഗന്റെ പോളോ, അതും GT ഓട്ടോമാറ്റിക് അല്ല? അതെ. എങ്ങനെയായിരുന്നു ഇത്? 2014-15 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഇത് പോളോ GT 7 സ്പീഡ് ഓട്ടോമാറ്റിക്. 7 സ്പീഡ് ഓട്ടോമാറ്റിക് TSI എഞ്ചിൻ വരുന്നത്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. 4 ടയർ ഇപ്പൊ പുത്തനിട്ടു. റീപ്ലേസ്മെന്റ് ഇല്ല. റെഡ് കളർ. ഇത് 110, 120 എന്തോ. സിംഗിൾ ഓണർ വണ്ടി? അല്ലല്ല, സെക്കൻഡ് ഓണർ. നല്ല തീപ്പാറുമല്ല വണ്ടി. അടിപൊളി വണ്ടി. കേരളത്തിൽ ഒരു ഡീലും കൊടുക്കാത്ത റേറ്റിൽ എപ്പോ കൊടുക്കണം. ആരും കൊടുക്കാത്ത വിലക്ക് കൊടുക്കാം. ഫുള്ള് ലോണും കൊടുക്കാം. ഒരു നയാ പൈസ വേണ്ട. എത്ര ആസ്ക് ചെയ്യുന്നേ? ഇത് ഫൈനൽ റേറ്റ് ആണ് പറയുന്നത്. 465 ചെയ്ത് കൊടുക്കാം. 465 കൊടുക്കാം ഫൈനൽ. മാക്സിമം ഫുള്ള് ലോൺ. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ഒരു ഇന്നോവ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും സ്റ്റോക്ക് കണ്ടീഷൻ സാധനമാണ്. അതായത് ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയെങ്കിൽ നല്ല തീപ്പാറുമല്ലേ? ഓക്കെ. ചെറുതായിട്ട് ഒരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്താല് നല്ല ഉഷാറാക്കി ഒരു വണ്ടി. ഇപ്പൊ നിലവിൽ അലോയ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. എത്ര മോഡലായിരുന്നു ഇത്? 2007 രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള അല്ല, നമ്പർ മാറിയ വണ്ടി അല്ല? 2000 പേപ്പർ 2027 വരെ. പുതിയ ടാക്സ് ആണ്. 5 വർഷത്തെ പുതിയ ടാക്സ് ഉണ്ട്. ഓക്കെ. വണ്ടി എന്തുപാട്? അടിപൊളി വണ്ടി. മെക്കാനിക് ഒക്കെ സൂപ്പറാണ്. പക്കാണല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഒരു കുഴപ്പമില്ല. കണ്ണി സിമെന്റ് എടുക്കാൻ കഴിയോ? 100% കഴിയും. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഓഫർ പ്രൈസ് 260 കൊടുക്കാം. 260 കൊടുക്കാം. പ്രൈസ് ആണ് 260. 5 വർഷത്തെ പുതിയ ടാക്സ് അടക്കം. ഓക്കെ. വേറെ വണ്ടിമോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ. നല്ല ഖിദ്മത്തിന്റെ ഒരു പെട്ടിപ്പീസ് ടാറ്റന്റെ നെക്സോൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, എങ്ങനെയായിരുന്നു ഇത്? 2018-19 രജിസ്ട്രേഷൻ ആയിരിക്കാം. 19 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഏതാ ഓപ്ഷന്? ഇത് XM മിഡിൽ വേരിയന്റ്. മിഡിലാണ്. എല്ലാ ഓണറാണ്. ഒരേ ഓണറാണ്. കമ്പനി സർവീസ് ആണ്. 4 ടയറും പുതിയതാണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? കറക്റ്റ് 1 ലക്ഷം ഇപ്പൊ മേജർ സർവീസ് കഴിഞ്ഞു. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ഫുള്ളി കമ്പനി സർവീസ്. വേറെ തട്ടുമുട്ട് ഇടി കുത്ത് ടച്ചപ്പ് പോലും കയറാത്ത വണ്ടി. ഒരു ടച്ചപ്പ് ഇല്ലാത്തൊരു വണ്ടിയാണ്. ഒരു ടെൻഷനും വേണ്ട. സിംഗിൾ ഓണർഷിപ്പ്. ഈ പെട്രോൾ ആണല്ലേ വേരിയന്റ്? എത്രക്ക് ചെയ്യാൻ പറ്റും ഇത്? ഫൈനൽ റേറ്റ് ആരിസ്ഖാന്റെ ഫോളോവേഴ്സിനുള്ള റേറ്റ് ആണ്. ഓഫർ റേറ്റ് ലാസ്റ്റ് റേറ്റ് ആണ് 485 ലോൺ ചെയ്ത് തരാം. 485 ലോണും കിട്ടും. അതാ ഫുള്ള് ലോൺ. ഒരു നയാ പൈസ വേണ്ട. ഓക്കെ. ഡസ്റ്റർ 85 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 13 മോഡൽ 85 PS. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടി. ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? 90. 1ന്റെ താഴെ 90. 1ന്റെ ഉള്ളിക്കല്ലേ? അതെ. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാത്രം. റീപ്ലേസ് മേജർ ഒന്നുമില്ല. മെക്കാനിക് എന്തുപാട്? എല്ലാം ഫിറ്റ് ആണ്. കണ്ണി ചിമ്മിറ്റ് എടുക്കാലോ? എത്ര ഇത് ആസ്ക്? 280 ലോൺ ഇട്ട് കൊടുക്കാം. ഫുള്ള് ലോണ് 280 ആസ്ക്, 280 ഫുള്ള് ലോൺ. അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് ടൈപ്പ് 3 ഇറങ്ങിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് അല്ല? അതെ. VXI ഓപ്ഷനിൽ വരുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? ഇത് സിംഗിൾ ഓണർ. 2017. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 40,000. അതും സിംഗിൾ ഓണർ. ഓക്കെ. അലോയ് വീൽ ഉണ്ട്. അതെ. റിവേഴ്സ് ക്യാം ഉണ്ട്. എല്ലാം ചെയ്ത വണ്ടി. എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ വണ്ടിമാര്. ഓക്കെ. നല്ല ക്വാളിറ്റി വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. മിയ. എത്ര ഇത് ആസ്ക്? 460. അതും
2017 വണ്ടി. 17 വണ്ടി 460 ചോദിക്കുന്നുണ്ട്. ലോണൊക്കെ എത്ര കൊടുക്കാൻ പറ്റും? 4 ലക്ഷം വരെ ലോൺ കിട്ടും. ലോൺ കിട്ടും അല്ലെ? ആവശ്യക്കാർ വിളിച്ചോട്ടെ.